പ്രിയപ്പെട്ടവരെ, SSBയുടെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പ്രോഗ്രാം എല്ലാ മാസവും മികച്ച വ്യക്തികളുമായിട്ട് അല്പസമയം ഒരു സംവാദത്തിൽ ഏർപ്പെടുന്ന ഈ പരിപാടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മികച്ച വ്യക്തിയുമായിട്ട് അല്പസമയം ഈ ഓൾഡ് ഈസ് ഗോൾഡിൽ സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് മാറുന്നത്. അപ്പോൾ ഈ മാസം മറ്റൊരു വ്യക്തിയുമായി ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നതും എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്ത് കളമക്കരയുള്ള പ്രിയ മധുശേഖരൻ പി മേനോൻ സാറിൻ്റെ അടുത്താണ്. നമസ്കാരം. സാറിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന്, സാറ് ബേസിക്കലി പാലക്കാട്ട് ചിറ്റൂർ എന്ന സ്ഥലത്താണ് സാറിൻ്റെ ജന്മദേശം. സാറ് ബാങ്കിങ് മേഖലയിൽ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു റിട്ടയർമെൻറ്റ് കാലം അദ്ദേഹം എറണാകുളത്ത് വന്ന് ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് അദ്ദേഹം സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുകയാണ്. മക്കളൊക്കെ വിദേശത്താണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ കണ്ട ഒരു വലിയൊരു ജെന്റിൽമാനാണ് മധുശേഖരൻ പി മേനോൻ സാർ. കാരണം സാറ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പഠിക്കും. മാത്രമല്ല ഒരുപാട് ലോകം മുഴുവനും പടർന്നു കിടക്കുന്ന വലിയൊരു സൗഹൃദ വലയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കാം, പക്ഷേ മറ്റുള്ളവരെ അംഗീകരിക്കാനും കൈപിടിച്ചുയർത്താനും അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഉണ്ടാവും. പ്രതികരിക്കാൻ നമുക്കൊക്കെ വളരെ എളുപ്പമാണ് ഏത് കാര്യത്തിലും. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു രാഷ്ട്രീയ അഭിപ്രായത്തെക്കുറിച്ചോ ഒരു മതാഭിപ്രായത്തെക്കുറിച്ചോ വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഭാഗത്ത് ഏത് മതമാണോ ഏത് രാഷ്ട്രീയമാണോ ഉള്ളത് അതിനെ മാത്രം നമ്മൾ സ്ട്രോങ് ആക്കി നിന്നുകൊണ്ട് മറ്റുള്ളതെല്ലാം തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് നമ്മുടെ കേരളത്തിൽ വലിയൊരു ശാപം കൂടിയാണ്. കേരളം വളരാത്തതിൻ്റെ മെയിൻ ഭാഗം അതാണ്. അതുകൊണ്ട് അത്തരത്തിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ആളുകളെയാണ് ഈ ഓൾഡ് ഈസ് ഗോൾഡിലൂടെ നമ്മൾ കണ്ടത്. അവിടെ പ്രായം ഒരു ഘടകമല്ല. ഓൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പഴമയിൽ ജീവിക്കുന്ന പഴമയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന ആളുകളുടെ സ്വർണത്തിൻ്റെ മാറ്റാണ് നമ്മൾ കാണിക്കുന്നത്. അത് തന്നെയാണ് ആദ്യത്തെ എപ്പിസോഡിൽ അദ്ദേഹം പ്രിയപ്പെട്ട സാർ പറഞ്ഞത്. അതുപോലെ തന്നെ മധുശേഖരൻ സാറും അത് തന്നെയാണ് ഈ ലോകത്തേക്ക് കടന്നത്. ഇപ്പോൾ മധുശേഖരൻ സാറിനെ ഒന്ന് വ്യക്തിപരമായിട്ട് സാർ ഒന്ന് പരിചയപ്പെടുത്തി നോക്കുക. ഞാൻ 1954 ജനിക്കുന്നത്. ചിറ്റൂർ പാലക്കാട് ചിറ്റൂർ എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ഞാൻ പ്രാഥമിക സ്കൂളിൽ കൊടുക്കുന്നതെല്ലാം അവിടെ വെച്ചാണ്. ഡിഗ്രി വരെ അവിടെ പഠിച്ചു. പിന്നെ ഞാൻ മറ്റേ റെയിൽവേയിൽ ബാങ്കിങ് മേഖലയിലേക്ക് റെയിൽവേ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അത് ആദ്യം റെയിൽവേയിലായിരുന്നു. അത് നമ്മൾ സൂചിപ്പിക്കണം, കാരണം ഒരു വർഷമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് ഇടത്താവളം പോലെ അതിന് പല ഇടത്താവളങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ നടക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പം എനിക്ക് വലിയ ആഗ്രഹം ബാങ്കിങ് മേഖല തന്നെ. ബാങ്കിങ് മേഖല. പിന്നെ എനിക്ക് എറണാകുളം സിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് എറണാകുളം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. പണ്ട് എറണാകുളം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി പാർക്കുന്നത് എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇവിടെ പോർട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് പോർട്ടിൽ കാണുമെന്ന് പറഞ്ഞാൽ വളരെ ഒരു വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾ നാട്ടുകാർ പാലക്കാട് നിന്ന് പറയുമ്പോൾ പോർട്ട് നമ്മൾ അറിയില്ല. ഗ്രാമങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥലം എന്താണ് നടക്കുന്നത്, ഇവിടെ സ്പൈസസിൻ്റെ കയറ്റുമതി, ഇവിടെ വരവ്, എന്തൊരു ആക്റ്റീവായ സ്ഥലമായിരുന്നു കൊച്ചി. അപ്പോൾ എനിക്ക് ജീവനാണ് ഇവിടെ. ബാങ്കിങ് മേഖലയിൽ ജോലിയും എറണാകുളത്ത് സ്ഥലമാണ് എൻ്റെ പ്രിയപ്പെട്ട. രണ്ടും എനിക്ക് സാധിച്ചു. അതെല്ലാം നമ്മുടെ നിമിത്തങ്ങളാണ്. നമ്മുടെ ആരോഗ്യവും. പൊതുവെ ആളുകളെ ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, വളരെ ചെറുപ്പത്തിലുള്ള ജോലിക്ക് കയറി കുടുംബമായിട്ടൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നീട് ശിഷ്ടകാലം കുറച്ച് ഒരു നഗരപ്രദേശം തിരഞ്ഞെടുക്കാറുണ്ട്. ചിലർ ഇപ്പം തിരിച്ച് ഗ്രാമങ്ങളിലേക്ക് വരുന്നവരുമുണ്ട്, നഗരങ്ങളിലേക്ക് വരുന്നവരുമുണ്ട്. അപ്പോൾ സാധാരണ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. കുറച്ച് ജോലി സംബന്ധം മലേഷ്യ അങ്ങനെ അവിടെല്ലാം ഒന്ന് പോയിട്ട് തിരിച്ച് വരും. പിന്നെ എനിക്ക് മറ്റേ പാലക്കാടിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എനിക്ക് എറണാകുളം തന്നെയാണ്. ഇപ്പോഴും എറണാകുളത്താണ്. പലരും പറയുന്നുണ്ട് എറണാകുളത്തിനെ പറ്റി പലരും, പക്ഷേ ഞാൻ അറിയുന്നില്ല. നമ്മൾ കാണുന്നതെല്ലാം പോസിറ്റീവ്. നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ അങ്ങനത്തെ ആൾക്കാരെ മാത്രം മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അപ്പുറത്ത് എന്താ നടക്കുന്നത് അറിയുന്നില്ല. എറണാകുളം ഞാൻ തന്നെ വന്നിട്ട് 6 വർഷമായി. അതെ അല്ലേ. എറണാകുളം മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ താമസിക്കുമ്പോൾ സാറ് താമസിക്കുക ഇളമക്കരയാണ്. എറണാകുളത്തെ ഏറ്റവും സുന്ദരമായ സ്ഥലം. വലിയ വലിയ മോഹൻലാൽ വരെ താമസിക്കും ഇളമക്കരയിലാണ്. പിന്നെ പുന്നക്കര അമ്പലം, പിന്നെ
പള്ളികള്, ക്ഷേത്രങ്ങള്, എത്രയോ സുന്ദരമായ ഒരു സ്ഥലം. പക്ഷെ ഇപ്പോഴും അതിന്റെ മുഖം എറണാകുളം നഗരത്തിന്റെ ആ ഒരു മോച്ചായിലേക്ക് എളമക്കര മാറുന്നുണ്ട്. അതൊരു ദുഃഖകരമായ ഒരു കാര്യം. ഒരു സാധനം സംബന്ധിച്ചൊരു വിജയം എന്ന് പറഞ്ഞാൽ ഈ എളമക്കരയിലും എറണാകുളത്തൊക്കെ നമുക്കൊരു സെന്റ് വസ്തു ഇന്നത്തെ കാലത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം പൈസയല്ല അവിടെ, അത് മോഹ വിലയാണ്. കോടികളൊക്കെ കയ്യിലുള്ളവർക്ക് പോലും വാങ്ങാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. പിന്നെ ഫ്ലാറ്റല്ലല്ലോ, സാറൊക്കെ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീട് വെച്ച് താമസിക്കുന്ന ഒരു തരത്തിലേക്ക് ഇനി എറണാകുളത്ത് എത്തണമെങ്കിൽ അതുപോലെ പൈസ ഉള്ളവർക്ക് സാധിക്കും എന്നുള്ളതാണ് ചുരുക്കം. സാറിൻ്റെ ഫാമിലി ജീവിതമൊക്കെ എങ്ങനെയാണ്? എൻ്റെ അച്ഛൻ പാലക്കാടിലെ ഒരു മേനോൻ ഫാമിലിയാണ്. പഴയ വീട്ടുകാർ. ഞങ്ങൾ അച്ഛൻ വന്ന് കല്ലായിലാണ്, അമ്മ വന്ന് ഇഞ്ഞാലക്കുട ചേമ്പോട്ടിൽ പോയി. അമ്മ അവരാണ്. പിന്നെ വളരെ കാലമായിട്ട് എനിക്ക് ചിറ്റൂരായിട്ടുള്ള ബന്ധമാണ് കൂടുതൽ. അച്ഛൻ ഫാമിലിയായിട്ടാണ് കൂടുതൽ ബന്ധം. അവരുടെ വീട്ടിൽ പോകാറുണ്ട്. ഞാനിപ്പോൾ ഏറ്റവും ചെറിയ സന്തതി ആയതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ എപ്പോഴും കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പോഴും നമ്മൾ തറവാട് ഇപ്പോഴില്ല, അത് ചിറ്റൂരിലുണ്ട്. അല്ല, ഞങ്ങൾ അങ്ങനത്തെ അതില്ല. മേനന്മാര് വേറൊരു മേനുണ്ട്, അതുണ്ട്. നമ്മളത് ഇവിടെ ഉണ്ട്, കുരിശ്ശേരി. പിന്നെ അവിടെ ഞങ്ങൾ മാറിയിട്ട് ഞങ്ങൾ എറണാകുളത്ത് ഞാൻ സെറ്റ് ചെയ്ത പോലെ അച്ഛൻ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അച്ഛൻ റെയിൽവേ ചെറിയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അറിയാലോ, അപ്പോൾ സ്വന്തം എഫർട്ട് കൊണ്ട് ഉണ്ടാക്കിയ സ്ഥലമാണ്. കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ ആ വയലുകൾ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്കാണ് ഡിസ്പോസ് ചെയ്തത്. 100 വർഷം 150 വർഷം ഉണ്ടായിരുന്നു. എൻ്റെ 3 മക്കളാണ്. മൂത്ത വന്ന് ചാർട്ടഡ് ഇന്തോനേഷ്യയിലാണ്. CA ഫൈനൽ കഴിഞ്ഞ് ഇന്തോനേഷ്യയിൽ. ഇളയവള് രണ്ടാമത്തോളം വന്നിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അവൾ വന്നിട്ട് ചെന്നൈയിലാണ് താമസിച്ചത്. ഇല്ല, സാധാരണ അമൃതാണ് MSc പഠിച്ചിട്ട് പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം. ശരിക്കും MSc ഫിസിക്സ് ഒക്കെ ഫിസിക്സാണ് എടുത്തത്, സയൻസ് ഗ്രൂപ്പാണ് എടുത്തത്. MSc മാറിയെടുത്തു, അങ്ങനെ പോവാണ്. കൊടുത്ത ഡെസ്റ്റിനേഷൻ. ഇളയവൻ അതുപോലെ BCom എടുത്ത് അവന് അവൻ ഇപ്പോൾ മലേഷ്യ. 3 പേര്. ഒരു മോൻ മലേഷ്യയിൽ, ഇന്തോനേഷ്യയിൽ, മോള്. അവരുടെ ഇടയ്ക്ക് ഞാൻ ഇവരൊപ്പം പോകും, അവരിങ്ങനെ വരും. അപ്പോൾ സന്തോഷമായ മാരീഡ് ലൈഫ് 100% ഹാപ്പി മാരീഡ്. അതാണ് കുടുംബജീവിതം. വളരെ എപ്പോഴും ഈ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത, എല്ലാവരും കുടുംബജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ കുടുംബജീവിതം ഭദ്രമാണ്, സന്തോഷമാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കുടുംബജീവിതം നയിക്കാതെ സിംഗിളായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. ഞാനൊക്കെ സിംഗിളായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ സിംഗിളായിട്ട് ജീവിച്ചത് കൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ തീരുമാനങ്ങൾ. അതിൽ നമ്മൾ ഒരിക്കലും നൈരാശ്യം ബാധിക്കുകയോ അത് വലിയ ഒരു സംഘർഷത്തിലേക്ക് എത്തുകയോ ചെയ്യായിരുന്നാണ്. അതെ, ഞാനൊരുപാട് യാത്ര ചെയ്യും. അതെൻ്റെ ഒരു പോളിസിയാണ്. ഒത്തിരി സംസ്ഥാനങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു. ഇനിയും പോകാനിരിക്കുന്നു. ഇന്ത്യയിൽ ഇനിയും ഇപ്പോൾ ഞാൻ കൽക്കട്ടയിൽ പോയിട്ട് വന്നു. ഇനി അടുത്ത ഉത്തർപ്രദേശിൽ പോകും. ഈ 22 സ്റ്റേറ്റും കഴിഞ്ഞാൽ വീട്ടിൽ വിട്ടുപോകും. ഇതെല്ലാം നമ്മുടെ ഒരു പ്രോസസ്സിങ്. സാറ് കുറച്ചുകൂടെ കുടുംബജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ ലൈഫാണ്. സാറിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ചോദ്യം, ഈ കുറച്ചുകൂടെ ഞാൻ സാറിനെ കാണുന്നത് വേറൊരു തലത്തിലാണ് സാർ ചിന്തിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ഡിസ്കഷനിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറിന് ഈ ജീവിതത്തിൻ്റെ ഒരു തലത്തെക്കുറിച്ചുള്ള സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ സ്പിരിച്വൽ ആധ്യാത്മികതയാണ് ആത്മീയത, രണ്ടുണ്ട്. ആത്മീയത ഒരു തലം, ആധ്യാത്മികത ഒരു ആത്മീയത. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ പ്രീതിപ്പെടുത്തി നമുക്കൊരു ആത്മാവുണ്ടല്ലോ, നമുക്കൊരു ആത്മാവുണ്ട്, നമ്മുടെ സോളുണ്ട്. 100%. ദൈവം തെളിയിക്കാൻ നമുക്ക് പറ്റില്ല. വേണ്ട, ഉണ്ടെന്ന് സാർ അതെങ്ങനെ ഉണ്ടെന്ന് സാറിന് ബോധ്യപ്പെടുന്നു? അത് നമുക്ക് തന്നെ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുന്നത്? അത് സ്വയം അനുഭവിക്കേണ്ടതാണോ അതോ മറ്റുള്ള സോൾ ഉണ്ടെന്ന് തെളിയിക്കാൻ മെഡിറ്റേഷന് പോകുമ്പോൾ ധ്യാനത്തിലൂടെ മനസ്സിലാക്കണം. അതാണ് ആധ്യാത്മിക ലൈഫും മറ്റത് പോയിട്ട് അവിടെ എത്തിപ്പെടില്ല. നമ്മളെന്താ എത്തിപ്പെടാൻ സ്ഥലത്ത് പോകേണ്ട കാര്യമുണ്ടോ? എത്തിപ്പെടുന്ന സ്ഥലത്ത് പോയിട്ട് സന്തോഷം. സന്യസ്ത ജീവിതത്തെ കുറിച്ചൊന്നും സാറിന് വലിയ കാഴ്ചപ്പാട്? സന്യസ്ത ജീവിതമൊക്കെ നല്ലതാണെന്നോ? ഈ ഹിമാലയത്തിലൊക്കെ പോയിട്ട് അത് നല്ലത് തന്നെയാണ്. കുറച്ച് പേര് അങ്ങനെ പോകണം, ചിലവർ അങ്ങനെ തന്നെ പോകണം. നമ്മളെല്ലാം ബ്രദേഴ്സാണ്, ആൾ ബ്രദേഴ്സ്. അപ്പോൾ ചിലവർ അവർ എല്ലാം പരിത്യാഗം ചെയ്ത് അവർ പോയിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വന്ന് നമുക്ക് പറഞ്ഞു തരും, ഉപദേശങ്ങൾ തരും. എങ്ങനെയാണ് സത്യമാണ്, സത്യം കണ്ടെത്താൻ പോകുന്നത്. അത് നല്ല ലൈഫാണ്. എല്ലാം അതിൽ പോകരുത്.
ഇവിടെ എഞ്ചിനീയേഴ്സ് വേണം, ഇവിടെ ഡോക്ടേഴ്സ് എല്ലാവരും വേണം, എല്ലാവരും വേണമല്ലോ. ശരി. അത് ഓരോ തലത്തിൽ ഓരോ കർമ്മമാണ്. നമ്മൾ അതിൽ നമ്മൾ ശോഭിക്കുക. ആ ഡോക്ടർ തലത്തിൽ സന്യാസിയായിട്ട് ഡോക്ടറാവും. എത്ര ഈ അമൃത ഹോസ്പിറ്റലിൽ എത്ര അവർക്ക് പ്രൊഫഷണലാണ് അവർ അവരുടെ ദൈവം. പ്രൊഫഷണലാണ് ദൈവം. ചിലർ പറയില്ലേ മറ്റേ ടൂൾസാണ് അവരുടെ ദൈവം. അവർ വന്നിച്ചിട്ട് ടൂൾസ് എടുക്കും. അത് അവർക്ക് ദൈവം ഒരു കൺസെപ്റ്റ് ഇല്ല. മണ്ണ് കൊണ്ട് പണിയുന്ന മറ്റേ ഇത് അയാൾക്ക് ഇതൊക്കെ വീടുണ്ട്. അയാളുടെ കളിമണ്ണുണ്ടല്ലോ, അതാണ് ദൈവം. അത് കണ്ടാൽ മാത്രമേ അയാൾക്ക് ഒരു പ്രതിഷ്ഠകളൊക്കെ പണിയാൻ സാധിക്കും. അയാളുടെ ഉള്ളിൽ ഒരു വരണം. അത് വരണമെങ്കിൽ ചൈതന്യം വരണം. അതാണ് ഞാൻ സോളുണ്ട്. എപ്പോഴും ഈ ആത്മീയത ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാട്, ഈ എല്ലായിടത്തും ഉപദേശിക്കുന്ന ആളുകളാണ്. ഇതിന്റെ ആവശ്യമില്ല. മേ ബി എല്ലാവരും അഡ്വൈസ് കൊടുക്കും. ഇപ്പൊ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് തെറ്റും ശരി നമ്മൾ മനസ്സിലാക്കുക. ഉപദേശിക്കുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാനൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ തിക്താനുഭവം എന്നിൽ ചെലുത്തുന്ന ചില സ്വാധീനങ്ങളുണ്ട്. അതിപ്പോൾ ഒരു കുറ്റബോധത്തിന്റെ അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന്റെ അവസ്ഥയായിരിക്കും. ഇതിനെ തുലനം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതെ, ഇതിനപ്പുറത്തേക്ക് എന്താ ആത്മീയത ഒന്നുമില്ല. സാർ പറഞ്ഞതെന്ന് എനിക്ക് അതൊരു വലിയൊരു പോളിസിയാണ്. എനിക്കത് മാത്രമല്ല, നിങ്ങളുടെ പോകുന്ന ആ തിക്താനുഭവത്തിൽ ഞാൻ ഒരിക്കലും പോയില്ല. അത് തന്നെ, അതാണ് ഉപദേശത്തിന് അർത്ഥം വരുന്നത്. 1000 പേർക്ക് ഗുരുവായ ഉപദേശം കൊടുക്കും. ഈ 1000 പേരും 1000 രീതിയിലായിരിക്കും അതിനെ കാണുന്നത്. അപ്പൊ അവർക്ക് കൺഫ്യൂഷനാണ്. ഞാൻ ശരിയാവുന്നില്ലല്ലോ, പിന്നെ ഉപദേശം കേൾക്കാം. എപ്പോഴും ഇപ്പൊ പള്ളിയിൽ പോയി അച്ഛന്റെ പ്രസംഗം കേൾക്കുന്നു, അമ്പലത്തിൽ പോയി സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ സ്വയം സാറ് പറഞ്ഞത് എന്റെ സ്വത്വത്തെ അല്ലെങ്കിൽ എന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് എനിക്ക് എന്റെ സാഹചര്യം എന്താണോ, ഞാൻ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു, അവിടെ എനിക്ക് ആനന്ദത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അക്സെപ്റ്റ് ചെയ്യേണ്ടതല്ല ഞാൻ പള്ളിയിലച്ഛൻ പറഞ്ഞ് കേൾക്കണം. എന്നിട്ട് നമുക്കതെങ്ങനെ പ്രായോഗികമായി കൊണ്ടുപോകാൻ സാധിക്കും. അതൊന്നും ആയിക്കോട്ടെ, എന്ത് കൺസെപ്റ്റിൽ പറഞ്ഞു വേറെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതുകൊണ്ട് എന്ത് ഗുണം ചെയ്യുന്നു കിട്ടുമെന്ന് നോക്കാം. അതിന് ഗുണം കിട്ടിയാൽ നമ്മൾ ആ ഉപഭോക്താവ് നമ്മൾ തന്നെയല്ലേ. അതിന് ഗുണം കിട്ടാവും നമുക്ക് തന്നെയാണല്ലോ. അപ്പൊ ആ സ്വീകരിച്ചോണ്ട് തെറ്റൊന്നുമില്ല. നമ്മളെല്ലാം കേട്ടിരിക്കും. ഗുഡ് ലിസണർ, മസ്റ്റ് ബി ഗുഡ് ലിസണർ. നമ്മൾ നല്ലൊരു ശ്രോതാവായി, നല്ലൊരു ശ്രോതാവായി കേൾക്കാൻ തയ്യാറായി. അപ്പുറം നിങ്ങൾ പറയുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം, കാരണം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കാണ് ഗുണം ചെയ്യാൻ. കാരണം ആൾറെഡി മറ്റേ ആ ഇതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കഴിഞ്ഞു. ആ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് സഞ്ചരിച്ചു. എനിക്ക് ആ വാക്കുകൊണ്ട് സഞ്ചരിക്കാം. ഞാൻ സാറ് വളരെ ശരിയാണ്. അതായത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അറിവുള്ളവനാക്കുന്നത് യാത്രകളാണ്. കാരണം യാത്രകളെന്ന് പറയുമ്പോൾ ഇപ്പം പലർക്കും ഈ യാത്രയെന്ന് പറയുമ്പോൾ ഫാമിലിയുടെ എവിടെയെങ്കിലും ടൂർ പോയി എവിടെയെങ്കിലും വെള്ളച്ചാട്ടം, അതല്ല യാത്ര. യാത്ര എന്ന മനുഷ്യരെ പഠിക്കാനാണ്. ഇപ്പം ഞാൻ കൽക്കട്ടയിലൊക്കെ ചെല്ലുമ്പോൾ, ചെന്നൈയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തൂടെ ഗ്രാമങ്ങളിലൂടെയും നമ്മൾ ഇപ്പം തന്നെ ഹൗറയിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കളും. ഇത്രയും തിരക്കുള്ള സ്ഥലം. ആ തിരക്കിലോ ഒരു സൈഡിലൂടെ നമ്മൾ ഇരിക്കുകയോ മാറി നിന്ന് കുറച്ച് മനുഷ്യരെ വാച്ച് ചെയ്താൽ അതിൽ വിവിധ മാനസികാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. സമ്പന്നരുണ്ട്, പിന്നെ മാനസിക സംഘർഷമുണ്ട്, എല്ലാം ഉണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം അവിടെ നമുക്ക് വാച്ച് ചെയ്യാം. നമ്മളത് വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്ന് തോന്നിയാൽ 1-2 പേരോട് സംസാരിച്ച അനുഭവം നമ്മൾ അബ്സോർവ് ചെയ്ത് ചെയ്യുന്ന ഏറ്റവും നല്ല യാത്രകളാണ് നമ്മൾ കൂടുതൽ ഇതാണ്. ആ അനുഭവത്തിലൊക്കെ നമ്മൾ പോകേണ്ടി വരും. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ്. അവരൊന്നും പോയി കണ്ടില്ല ഞാൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ അബദ്ധം വെച്ചിരിക്കും ജീവിതത്തിൽ. അത് നമുക്കെടുക്കാൻ അബദ്ധത്തിൽ കൂടെ പോകാതിരിക്കായിരുന്നു. സാറിനെ സംബന്ധിച്ചപ്പോൾ ആത്മീയത എപ്പോഴും സാറ് കാണുന്ന സോൾ എല്ലാത്തിലും സത്വമുണ്ട്. ആ സത്വത്തെ അറിഞ്ഞ് എല്ലാത്തിൻ്റെ ഒരു ശ്രദ്ധാവായിരുന്നു. എല്ലാത്തിനെയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുക. അതാണ് സാറ്. ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു പോക്ക്, കേരളത്തിൻ്റെ ഒരു അവസ്ഥ, ഇതിനെയൊക്കെ സാറിനെ നോക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് സാറിനുള്ള അഭിപ്രായം ഞാൻ പൊളിറ്റിക്കൽ പൊതുവേ നമ്മുടെ, കാരണം കുഞ്ഞുങ്ങളെല്ലാം വെളിയിലേക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിൽ ജോലിയില്ല. ഭാരതത്തിൽ മൊത്തത്തിൽ നോർത്തിൽ അത്രയില്ല. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എല്ലാവരും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു ബേസിൽ അവിടെ 1000 പേര് ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു വ്യവസായ സ്ഥാപനമില്ല. എന്നാൽ എല്ലാവരും സമ്പന്നരുമാണ്. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും? അപ്പം നമ്മളിവിടെ സത്യത്തിൽ ഇൻഡസ്ട്രികൾ വരണ്ടേ? അതിന് തടസ്സമായി നിൽക്കുന്നത് സാറിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്? ഈ പൊളിറ്റിക്കൽ സിസ്റ്റമാണോ, അവരുടെ ഐഡിയോളജി ആണോ? ഇത് നമ്മുടെ ഇവിടെ വ്യവസായം വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പോപ്പുലേഷൻ, ബിക്കോസ് ഓഫ് പോപ്പുലേഷൻ്റെ ഒരു അധികം. കാരണം ഇത്ര പോപ്പുലേഷൻ
പോപ്പുലേഷൻ ഒരു ഇതിൽ എത്ര പോപ്പുലേഷൻ പാടുള്ളൂ എന്നൊരു കണക്ക് പറഞ്ഞു. അപ്പോൾ പ്ലാനിങ് ഇല്ല, പ്ലാനിങ് ഇല്ലാതെ ഇതപ്പെടുന്ന നമ്മുടെ ഇവിടുത്തെ സ്ഥലത്ത് കണ്ടമാനം കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നീടാണ് അവർ മനസ്സിലാക്കിയത് നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുന്നത്. ബട്ട് അതെല്ലാം ഒന്ന് ഈ കൊച്ചിൻ ഇതിൻ്റെ മറ്റേ എറണാകുളം ബേസ് ചെയ്തിട്ടാണ്. ബട്ട് പെരുമ്പാവൂരോ മറ്റു സ്ഥലത്തൊന്നും ആരും പോകണ്ടായിരുന്നില്ല. ഈ എളമക്കര തന്നെ എത്ര കാലം വർഷങ്ങളിലേക്കാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സിറ്റിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. വ്യവസായങ്ങൾ വരുത്തില്ലെന്നാണ് പറയുന്നത് ഭാവിയിൽ. ഈ വ്യവസായം വരാൻ വളരെ സാധ്യത കുറവാണ്. അത് രാഷ്ട്രീയമെല്ലാം സൂചിപ്പിക്കും പല കാരണങ്ങളും. അതുപോലെ കുട്ടികൾ പുറത്തു പോകേണ്ടി വരും. അതിന് പക്ഷേ വ്യവസായം തന്നെ വേണമെന്നില്ല. വേറെ രീതിയിൽ ഇവിടെ ജോലി ചെയ്ത് നിൽക്കാൻ ഇപ്പൊ എ തന്നെ ഒരുപാട് മാറ്റം വരാൻ പോകും. അതെ, ഒരു ചെറിയ കുട്ടി അവനുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം കൂടിയാണ്. കാരണം അവൻ ട്യൂഷൻ കൊടുക്കുകയാണ്. അവൻ കൊടുക്കുന്ന നമ്മൾ ഒരാശയം ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് മറ്റൊക്കെ ഉണ്ട്. ശരിക്കും ഒരു ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ടോസ്. പല യൂണിവേഴ്സിറ്റീസും അല്ലെങ്കിൽ എന്താ യൂണിവേഴ്സിറ്റി മലയാളത്തിൽ എന്താ പറയുക, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഓപ്പൺ ആണ്. പണ്ട് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി സിലബസേ പഠിക്കുന്നു. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് തന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റി സിലബസ് കിട്ടും. എല്ലാ യൂണിവേഴ്സിറ്റി ഓൾ വേൾഡിലത്തെ യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഓപ്പൺ ആണ്. അവർ സിലബസ് പഠിക്കാം. നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നമ്മൾ അപ്പോൾ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. വി നീഡ് നോട്ട് റിക്വയർ അനദർ പേഴ്സൺ. അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം. അത് നമ്മൾ നല്ല സ്പേസാണ്, വളരെയാണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് ചിന്തിക്കും കേട്ടോ. ഇനിയിപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് പിടികിട്ടിയത്, ഇനി വരുന്ന തലമുറ പുതിയ ആശയങ്ങളിലൂടെ സ്വന്തം രാജ്യത്ത് ജീവിക്കാം. സ്വന്തം രാജ്യം വിട്ടു പോകാൻ ഒരിക്കലും ഞാനത് യോജിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ വിചാരിക്കുന്നത് ഈ അമേരിക്കയിൽ ജീവിതം സേഫാണ്, UK സേഫാണ്, സ്വിറ്റ്സർലൻഡിൽ സേഫാണ്. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഒരു 10 വർഷം കഴിഞ്ഞ് ഈ സേഫൊക്കെ വേറെ തലത്തിലേക്ക് മാറും. അത് നമുക്ക് ഉറപ്പായ ഒരു കാര്യമാണ്. അത് മനസ്സിലായി പേരൻസിന് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ സിറ്റിസനായിട്ട് അക്സെപ്റ്റഡ് അല്ല. അവരൊന്നും നമ്മളെ അംഗീകരിക്കുന്നത്. അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും. നമ്മളെപ്പോഴും ഒരു ജോലി തേടി വരുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ഇവിടെ വന്ന് എന്തൊക്കെയോ പണിയെടുക്കുന്ന ആളുകളെന്നല്ലാതെ, പിന്നെ കമലാ ഹാരിസിനെ പോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂയോർക്ക് മേയറെ പോലെ 1-2 വ്യക്തികൾ മാത്രം ഒരു ഇൻഡ്യുവാലിറ്റി, ആ രാജ്യത്തിന് ഇൻഡ്യുവാലിറ്റി അവിടെ പ്രകടിപ്പിക്കാൻ പറ്റും. ബാക്കി എത്ര ഇപ്പൊ നേഴ്സിംഗ് മേയർ പോയി എന്തോടെ ചെയ്യുന്ന ഇൻഡ്യുവാലിറ്റി അല്ല. അവര് നമ്മുടെ ഒരു നേഴ്സാണെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് റെസ്പെക്ട് ഒന്നും ഇല്ല. എന്ത് ജോലിക്കും റെസ്പെക്ട് ഉണ്ട്, അത് വേറൊരു പ്രശ്നം. ഇൻഡ്യുവാലിറ്റി ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നല്ലോ, ഇവിടെ പോയിട്ട് വന്നൊരു ഇന്ത്യക്കാരി ഇല്ലായിരുന്നു. അതുപോലെ എത്ര പേര് അതും ഉണ്ടാക്കിയെടുത്താൽ നല്ലതാണ്. വിദേശത്ത് പോയാൽ നമുക്ക് അതിൻ്റെതായ റെസ്പെക്ട്. അല്ലാതെ നമ്മൾ ഈ അടിപ്പണി ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ അബ്ദുൽ കലാം അദ്ദേഹം പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന 100 ഇരട്ടി ആൾക്ക് പൈസ അങ്ങനെ. ISRO എത്ര പേര് ISRO നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ISRO ഇവിടെ ഉണ്ട്, ടീച്ചിങ് പ്രൊഫഷൻസ് ഉണ്ട്, ഭയങ്കര അപ്പൊ പല മേഖലയിലേക്ക് വരാം. അവർക്ക് ആലോചിച്ചിട്ട് അവർ സ്വയം കണ്ടെത്തും. അത് ഈ എപ്പോഴും നമുക്ക് സാറിപ്പോൾ സ്വന്തമായ ഒരു ആശയം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പൊട്ടൻഷ്യൽ, ഇപ്പൊ നമ്മൾ വേറെ രാജ്യത്ത് പോയാൽ നമ്മുടെ ചുങ്കം ആ രാജ്യത്തിനാണ് കൊടുക്കുന്നത്. ഡെവലപ്പ് അവരാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യം അവർ ശരിക്കും ഇവിടെ വരേണ്ട പൈസ. അപ്പൊ ഈ ഇനിയുള്ള കാലത്ത് പണ്ട് പിതാക്കന്മാര് ദാരിദ്ര്യവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ചേക്കറി പോയിട്ടുണ്ട്. അത് അന്ന് ഒന്നുമില്ല. ഇന്നെന്ന് പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പൊ ഇനി ആശയങ്ങൾ ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്ത് ആ ആശയങ്ങളെ സ്വന്തം നാട്ടിൽ സ്ഥാപിച്ച് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ നിന്ന് ആ കുടുംബം ശിഥിലമാകാതെ മുന്നോട്ട് പോകാൻ തലമുറ ശ്രദ്ധിക്കുന്നത് വരുന്ന മാതാപിതാക്കൾ. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ മോശമാണ്. അത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടോ, വേറൊരു രീതിയായി. അതിന് പേരൻസിന്റെ കയ്യിൽ തന്നെയാണ് ഈ പൊങ്ങച്ച സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മുടെ ഭാരത പ്രധാനമന്ത്രി ലോകത്ത് ഏത് രാജ്യം എന്നല്ല അദ്ദേഹം ഇന്ത്യയിലെ സംസാരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന പല പ്രധാനമന്ത്രി അവർ ഇറ്റാലിയൻ ആ ലേഡി അത് ഇറ്റാലിയനിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ മലയാളം പറയാൻ പോലും ബുദ്ധിമുട്ട്. ഈ മാതൃഭാഷ ദിനത്തിൽ പോലും ഞാനത് പറഞ്ഞിരുന്നു. നമ്മളത് മാറണം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു അഭിമാനമായിട്ടൊന്നും കാണണ്ട. സ്വന്തം മാതൃഭാഷയിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ. അത് ഈ സ്കൂളുകൾ ഇപ്പം തന്നെ നമ്മുടെ സർക്കാർ സ്കൂളുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ CBSE ICC എന്ന് പറഞ്ഞ സ്കൂളുകളൊന്നും ആവശ്യമില്ല. വെറും വേസ്റ്റാണ്. സാറ് ശരിക്കും പഠിച്ചു നോക്കും. നമുക്ക് കേരളത്തിലെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെട്ട രീതിയിൽ പോയി കഴിഞ്ഞാൽ ആവശ്യമുള്ളൂ. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ആവശ്യകത അത് വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചാൽ മാത്രം. പിന്നെ അല്ലാതെ നമുക്ക് പഠിക്കാമല്ലോ. ഇവിടെ സാറിന് അറിയാവുന്നതെന്ന് തോന്നുന്നില്ലേ, ഒരു സ്കൂളിൽ ഏതോ ഒരു സ്കൂളിൽ
ഇംഗ്ലീഷ് മലയാളം സംസാരിച്ചതിൽ ശിക്ഷിച്ച അധ്യാപകരുണ്ട്. ഇത് അറിവില്ലായ്മയാണ് നമ്മൾ അതെ, അതെ. ഫോളോ ചെയ്യുന്നതെന്ന് ആലോചിച്ചു. അതെ. മാത്രമല്ല മലയാളം തന്നെ വേറെ തലത്തിലാണ് സംസാരിക്കുന്നത്. അതെ. അതും ഒരു മംഗ്ലീഷ് രീതിയിൽ. അതെ. അത് കുഞ്ഞുങ്ങളൊക്കെ അത് നമ്മൾ ഈ പൊങ്ങച്ച സംസ്കാരം മാറി അതിൻ്റെ ഒരു സാധാരണ പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് ഉണ്ടാവട്ടെ. പറയാനല്ല പറ്റും എനിക്ക് സാറിനൊക്കെ, നമ്മൾ പറയാനല്ല അപ്പുറത്തേക്ക് പറ്റും. അപ്പം എന്തായാലും അവസാനമായിട്ട് സാറിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതുവരെയുള്ള ജീവിതത്തിൽ സാറ് സന്തോഷമാണ്? വളരെ സന്തോഷം. അതൊന്ന് പറഞ്ഞു. വളരെ സന്തോഷമാണ്. കാരണം എന്നെ കൊണ്ട് ആവുന്നത് സൊസൈറ്റിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴൊന്നും ഞാൻ സാഹിത്യ മറ്റേ ഒരു ചെറിയ ഞാൻ പറഞ്ഞല്ലോ കേരള സാഹിത്യം, അതിൻ്റെയൊക്കെ ഞാനിപ്പോൾ വളരെ അടുത്താണ് അതിൻ്റെ കാര്യം. അപ്പോൾ ആ പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് അതിനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എൻവയറമെൻറ്റ് നമുക്കുണ്ടല്ലോ, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. ധാരാളം അറിവുള്ള ആളുകളുമായിട്ട് ദിവസം ഒരാളെങ്കിലും പരിചയപ്പെടും. നമ്മൾ എങ്ങനെ പരിചയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മാത്രമല്ല ആ ഇൻറ്റിമസിയാണല്ലോ എല്ലാത്തിനും. അപ്പോൾ എനിക്ക് അതാണ്. അപ്പം ഞാൻ ഹാപ്പി മാൻ ആയതുകൊണ്ടാണ് ഞാൻ ആൾക്കാരെ കാണുന്നത്, മീറ്റ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ അവരെന്നെ ചോദിക്കില്ല. എപ്പോഴും സന്തോഷിച്ചു. അത് ഇന്നത്തെ അടുത്ത നിമിഷം സംഭവിക്കില്ല. അത് പൂർണ്ണ വിശ്വാസം. എന്തായാലും ഇവിടെ വളരെ നല്ലൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് മധുശേഖരൻ സാറ് നമ്മളോട് ഈ ഓഡീസ് ഗോൾഡ് പ്രോഗ്രാമിലേക്ക് വന്നത്. ഓഡീസ് ഗോൾഡ് പ്രോഗ്രാം വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലെങ്കിലും സ്പഷ്ടമായ രീതിയിൽ സാറിൻ്റെ ജീവിത കാഴ്ചപ്പാടുകളും ഞാനും സാറുമായിട്ടുള്ളൊരു ഡിസ്കഷൻ പോലെ അത് നടന്നു. ഇത്തരം ഈ ഓഡീസ് ഗോൾഡ് പോലുള്ള പ്രോഗ്രാം ഇനിയും കൂടുതൽ മനോഹരമായിട്ട് സാറിനെ പോലെ മികച്ച വ്യക്തിത്വങ്ങളിലേക്ക് എത്താൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു.